Welcome to my today's recipe. ഒരു സ്വീറ്റ് പൊങ്കൽ റെസിപ്പിയാണ്. പച്ചരിയാണ് ഞാൻ ഈ പൊങ്കൽ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇനി ഇത് വാഷ് ചെയ്ത ശേഷം ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ്. അരി നന്നായി വാഷ് ചെയ്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ 5 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തത്. ഒരു കപ്പ് അരിക്ക് ഏകദേശം 2.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. കുക്കർ ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ വെക്കാം. മധുരത്തിന് വേണ്ടി ഡബിൾ ഹോസിൻ്റെ ശർക്കര പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ ഈ ശർക്കര പൗഡർ ബ്ലാക്ക് കോഫി ഉണ്ടാക്കിയപ്പം പഞ്ചസാരയ്ക്ക് പകരം അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത പാക്കറ്റാണ്. അപ്പോൾ ഓപ്പൺ ആക്കിയ ശേഷം ഇത് നന്നായി എയർ ടൈറ്റ് ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലും സൂക്ഷിക്കാം. ഈ പൗഡർ കോഫി, ടീ, കേക്ക്സ്, കുക്കീസ്, ജ്യൂസ്, ഷേക്സ് ഒക്കെ ഉണ്ടാക്കാൻ പഞ്ചസാരയ്ക്ക് പകരം യൂസ് ചെയ്യാമെന്ന് ഈ പാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരെ വന്നു. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാണ്. ഈ പായസത്തിന് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. മീഡിയം സൈസിലുള്ള അരമുറി തേങ്ങ ചിരകിയതും അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണിത്. ഇത് ഓപ്പൺ ചെയ്യാം. ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി അരി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ശർക്കര പൗഡർ ചേർക്കാം. അധികം മധുരത്തിൻ്റെ അളവിലല്ല ഇപ്പം ഞാൻ പറയുന്നത്. നല്ല മധുരം വേണമെങ്കിൽ ഒരു 1.25 കപ്പോളം ശർക്കര പൗഡർ ചേർക്കേണ്ടി വരും. മധുരത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ശർക്കരയുടെ മധുരം ഈ അരിയിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമാണെങ്കിൽ വീണ്ടും ശർക്കര പൗഡർ ചേർത്ത് കൊടുക്കാം. ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. 2 ഏലക്കായ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തതാണിത്. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇത് തണുക്കുമ്പം നന്നായി കട്ടിയാവും. ഇത് കുറച്ചൊന്ന് തണുക്കുമ്പോഴേക്കും കട്ടിയായിട്ട് വരും.
മറ്റൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഈ കാഷ്യൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ മതി. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊങ്കലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ നെയ്യുടെ ടേസ്റ്റും അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു ചെറിയ ഫ്ലേവറൊക്കെ ഈ അരിയിലേക്കൊക്കെ മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഈ സ്വീറ്റ് പൊങ്കൽ റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഇനി അടുത്ത സിമ്പിൾ റെസിപ്പിയുമായി വരാം. താങ്ക് യു.